ഹായ് നമസ്കാരം, ഞാൻ റോഷാദ് ഇബ്രാഹിം. ഇതുപോലെ ചുരുട്ടിയ ഒരു മുഷ്ടിയോളം ചെറുതും ആയുസിന്റെ തന്നെ അത്ര വലുപ്പവും ജീവന്റെ തന്നെ അത്ര വിലയുമുള്ള നമ്മുടെ ശരീരത്തിലെ അതിനിർണായകമായ ഒരു വൈറ്റൽ ഓർഗനാണ് ഹൃദയം. രണ്ട് ശ്വാസകോശങ്ങൾക്കിടയിൽ തൊറാസിക് കാവിറ്റിയിലാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റ് മൂലമുണ്ടാകുന്ന ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനാവശ്യമായ ലൂബ്രിക്കന്റ് അടങ്ങിയ പെരികാർഡിയം എന്ന ഇരട്ടപ്പാളികളുള്ള ഫൈബർ ഷീറ്റ് കൊണ്ടാണ് ഹൃദയം പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത്. എപ്പികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം എന്നിങ്ങനെ ശക്തമായ 3 പാളികൾ കൊണ്ടാണ് ഹൃദയഭിത്തികൾ തീർത്തിരിക്കുന്നത്. ഘടനാപരമായി ഹൃദയത്തെ 4 അറകളാക്കി തിരിച്ചിരിക്കുന്നു. ഇടതുവശത്തും വലതുവശത്തുമായി മുകളിലുള്ള 2 അറകളെ ഏട്രിയ എന്നും താഴെയുള്ള 2 അറകളെ വെൻട്രിക്കിൾസ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഒരു വശത്തേക്ക് മാത്രം രക്തം കടത്തിവിടുന്ന 4 വാൾവുകൾ കൊണ്ട് ഹൃദയത്തിനകത്തെ രക്തപ്രവാഹം നിയന്ത്രിച്ചിട്ടുണ്ട്. വലതുവശത്തെ മുകളിലുള്ള ഏട്രിയത്തിനും താഴെയുള്ള വെൻട്രിക്കിൾസിനും ഇടയിൽ ട്രൈകസ്പിഡ് വാൾവ്, ഇടതുവശത്തെ മുകളിലുള്ള ഏട്രിയത്തിനും താഴെയുള്ള വെൻട്രിക്കിൾസിനും ഇടയിലുള്ള ബൈകസ്പിഡ് വാൾവ് അഥവാ മിട്രൽ വാൾവ്, വലതുവശത്തെ വെൻട്രിക്കിൾസിനും പൾമണറി ആർട്ടറിക്കും ഇടയിലുള്ള പൾമണറി വാൾവ്, ഇടതുവശത്തെ താഴെയുള്ള വെൻട്രിക്കിളിനും അയോർട്ടിക്കും ഇടയിലുള്ള അയോർട്ടിക് വാൾവ് എന്നിങ്ങനെയാണ് ഏകദിശാ പ്രവാഹമുള്ള ഈ 4 വാൾവുകൾ. നമ്മുടെ ശരീരത്തിലെ ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഇൻപ്യൂർ ബ്ലഡ് സുപ്പീരിയർ വീനക്കാവ എന്ന വെയിനിലൂടെ ഹൃദയത്തിന്റെ വലതുവശത്തുള്ള മുകളിലെ ചേംബറായ ഏട്രിയയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് താഴെ വലതുവശത്ത് തന്നെയുള്ള വെൻട്രിക്കിളിലേക്ക് ട്രൈകസ്പിഡ് വാൾവ് വഴി ആ രക്തം എത്തുന്നു. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി വാൾവ് വഴി പൾമണറി ആർട്ടറിയിലൂടെ ഈ രക്തം ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. ശ്വാസകോശത്ത് വെച്ച് ശുദ്ധീകരിക്കപ്പെട്ട പ്യൂർ ബ്ലഡ് പൾമണറി വെയിൻസ് വഴി ഹൃദയത്തിന്റെ ഇടതുവശത്തുള്ള മുകളിലെ ചേംബറായ ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് മിട്രൽ വാൾവ് വഴി ഇടതുവശത്ത് തന്നെ താഴെയുള്ള ചേംബറായ വെൻട്രിക്കിളിലേക്കും ആ രക്തം എത്തുന്നു. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ടിക് വാൾവ് വഴി ഏറ്റവും വലിയ രക്തധമനിയായ അയോർട്ടയിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തുകയും ചെയ്യുന്നു. ഇൻപ്യൂർ ബ്ലഡിനെ ശരീരത്തിൽ നിന്ന് സ്വീകരിച്ച് ശ്വാസകോശത്തിലേക്ക് വിടുകയും അവിടെ നിന്ന് പ്യൂർ ബ്ലഡിനെ സ്വീകരിച്ച് ശരീരത്തിലേക്ക് തിരിച്ചും വിടുന്ന ഈ ബ്ലഡ് പമ്പിംഗ് പ്രക്രിയയാണ് ഹൃദയത്തിന്റെ പ്രാഥമിക ചുമതല. രക്തസമ്മർദ്ദം ക്രമീകരിക്കുക, ഓക്സിജനും പോഷകങ്ങളും രക്തത്തിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക, രക്തചംക്രമണത്തിലൂടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്, യൂറിയ പോലുള്ള ഉപാപചയ മാലിന്യങ്ങൾ ശ്വാസകോശം, കരൾ, വൃക്കകൾ തുടങ്ങിയവയിലൂടെ പുറന്തള്ളുക, ഹോർമോണുകളുടെ വിതരണം ക്രമീകരിക്കുക, ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുക എന്നിവയൊക്കെയാണ് ഹൃദയത്തിന്റെ മറ്റു ധർമ്മങ്ങൾ. ഹൃദയത്തിന്റെ തുടർച്ചയായതും താളാത്മകവുമായ സങ്കോച വികാസങ്ങളിലാണ് നമ്മുടെ ജീവന്റെ തുടിപ്പ് തന്നെ നിലനിൽക്കുന്നത്. ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും ഇടവിട്ടുള്ള വൈദ്യപരിശോധനയിലൂടെയുമൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുക. നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഞാൻ റോഷാദ് ഇബ്രാഹിം. താങ്ക് യു.